എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. സന്ദീപ് വാര്യർ ബിജെപിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ ഇതാ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്നാണ്. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഉണ്ണി ചതി ചതിയല്ല ജയ, വിധിയാ. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. ഇതൊരു തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ BJPക്ക് അകത്തോ ഇതൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. നടന്നത് തന്നെ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് VD സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കണം. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കണം. വികാരത്തെ നിയന്ത്രിക്കൂ ധർമ്മ. ആത്മവിശ്വാസം കൈവിടരുത്. ഈ അപ്പൂപ്പൻ താടികളെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത്. ഞങ്ങള് ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. സംഘപരിവാർ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാലുറപ്പിച്ചിട്ടുള്ള പടയാളികളാണ്. എന്താടാ പുച്ഛിച്ചൊരു ചിരി? എനിക്ക് സതീശനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, 23 കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തരരുത്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ജൂനിയർ മാൻഡ്രാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതുപോലെ ഇപ്പോ ഇങ്ങോട്ട് തരരുത്, പിടിച്ചു നിർത്തണം അവിടെ തന്നെ. വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. തട്ടാനായി ജനിച്ച എന്റെ മനസ്സിന്റെ തട്ടലും മുട്ടലും തനിക്ക് മനസ്സിലാവില്ലടോ. കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനയ്ക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത്, BJPക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ്. എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് കൊച്ചൻ. വെളുക്കാൻ തേച്ചത് മുഴുക്ക പാണ്ടാക്കുന്ന പരിപാടികളാണ് നീ ഇതുവരെയും ചെയ്തത്. ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച്, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരംതാണു പോയത്? ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക എന്നെ കിട്ടില്ല. നിന്നെ വെച്ച് പൊറപ്പിക്കില്ലടാ. വേണ്ട, കൊല്ലെന്നെ. എത്ര നാൾ ഞാൻ സഹിക്കും? മിന്നൽ വേഗത്തിൽ സന്ദീപ് വാര്യരെ കൂടാരത്തിലെത്തിച്ച കോൺഗ്രസ് നീക്കത്തിൽ ഞെട്ടി CPM. എങ്ങൾക്ക് സാധിക്കാത്തത് ഉനക്ക് സാധിച്ചു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഇതൊക്കെ ഒരു ബോണസ് ആയിട്ട് കരുതിയാൽ മതി, എന്നും പ്രതീക്ഷിക്കല്ലേ. ബോണസ്. നീയോ ഞാനോ വിചാരിച്ചിരിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ചാനൽ ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന രണ്ട് മുകളാണ്, ഒന്ന് ജ്യോതികുമാർ ചാമക്കല, മറ്റൊന്ന് സന്ദീപ് വാര്യർ. ദിനേശ, താനിവിടെ എന്തൊരു മായാജാലം! ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നമ്മള് ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ചില ഘട്ടം മനുഷ്യരല്ലേ, കൈവിട്ടു പോകും. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. ഒരു നല്ല എതിരാളിയെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം ഉണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. മനുഷ്യന്റെ ഓരോ അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? ഒരു ലോട്ടറി അടിച്ച സുഖം. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി, ജയ് ഹിന്ദ്. തലവറയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.